പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും ഞങ്ങളെല്ലാ ഉത്തരവാദിത്വങ്ങളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ രക്ഷാകരമായ വലിയ ശക്തി ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളിലും നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ രക്തത്തിന്റെ ആനന്ദയോഗ്യതയാൽ ഞങ്ങളെ നശിപ്പിക്കുന്ന, ഞങ്ങളെ തകർക്കുന്ന, ഞങ്ങളെ കെണിപ്പെടുത്തുന്ന, വലയെ കുരുക്കുന്ന, പലതിലേക്ക് വശീകരിച്ച് നശിപ്പിക്കുന്ന എല്ലാത്തിന്മേടെ സ്വാധീനങ്ങൾ തിരിച്ചറിയാനും അതോടൊപ്പം തന്നെ അതിൽപ്പെട്ട മക്കൾക്ക് അങ്ങയുടെ രക്തത്തിന്റെ ശക്തിയാൽ വിടുതൽ കിട്ടുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും ഈ ശുശ്രൂഷയുടെ അഭിഷേക ശക്തിയാൽ നിറച്ച് ആരോഗ്യവും സന്തോഷവും വിടുതലും സമാധാനവും സൗഖ്യവും എല്ലാം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ രക്തത്തിന്റെ അനന്തമായ യോഗ്യതകൾ നിറച്ച് ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മീയമായ പോരാട്ടത്തില് ആത്മീയമായ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, വിടുതൽ പ്രാർത്ഥിക്കണം, സംരക്ഷണം യാചിക്കണം. അങ്ങനെയൊക്കെ നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ കർത്താവിൽ ഉറപ്പിക്കണം. കാരണം ഈ മണ്ണ് ശപിക്കപ്പെട്ട മണ്ണ, പിശാചിന്റെ ദുഷ്ടമരത്തിൽ പെട്ടുപോയിട്ടുണ്ട്. പാപശക്തി ഏറുമ്പോ സാത്താനാധിപത്യവും അവകാശവും ഏറിക്കൊണ്ടിരിക്കുക. ഒപ്പം തന്നെ പറഞ്ഞില്ലേ യോഹന്നാൻ 6:63, ആത്മാവാണ് ജീവൻ തരുന്ന, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നമ്മുടെ മക്കളില്, ശരീരത്തില്, കുടുംബത്തില്, വിവാഹ ജീവിതത്തില്, പൗരോഹിത്യത്തില്, സഭയിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് ജീവൻ തരും, സ്വഭാവം ഒക്കെ. അതുകൊണ്ട് ഇതൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാക്കി പരിശുദ്ധാത്മാവിനാൽ മാത്രം നയിക്കപ്പെടുന്നവരാക്കി നമ്മെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സഭയെ, നമ്മുടെ മക്കളെ മാറ്റണം. ഓരോരുത്തരും അത് മാറ്റിയെടുക്കണം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു മേഖല വശീകരണ യന്ത്രങ്ങളും വശീകരണ ശക്തികളും സാത്താൻ ഇന്ന് അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന വലിയ ഒരു മേഖലയാണ്. തിന്മയിലേക്ക് നയിക്കുന്ന വശീകരണങ്ങൾ, പാപത്തിലേക്ക് നയിക്കുന്ന വശീകരണങ്ങൾ, മ്ലേച്ഛതയിലേക്ക് നയിക്കുന്ന വശീകരണങ്ങൾ, മൊബൈലിലേക്ക് നയിക്കുന്ന വശീകരണ അരൂപികൾ, ശക്തികൾ അനേക മക്കളെ അതിൽപ്പെടുത്തി. ചില പ്രേമക്കുരുക്ക്, സ്നേഹത്തിലേക്ക് നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹമുണ്ട്. ആ സ്നേഹത്തിലൂടെ അനേകരെ വശീകരിച്ചെടുത്ത് സ്നേഹം നടിച്ച് സ്നേഹിക്കുന്ന പോലെ കാണിച്ച്, എന്നാൽ അതിലൂടെ വശീകരിച്ച് അടിമപ്പെടുത്തിയിട്ട് പിന്നെ തനി സ്വഭാവം കാണിക്കുന്ന അനേകം പിശാച് വശീകരിക്കുന്നതിനാണ്. അവൻ സുഖിപ്പിക്കാനെന്നല്ല, നിലച്ച പറഞ്ഞ് കെണി വെക്കുന്നതും വല വെക്കുന്നതും സുഖിപ്പിക്കാനെന്നല്ല, വീഴ്ത്താനാ, നശിപ്പിക്കാനാ. അത് ആരുടെ പണിയാ? പിശാച്. അവന്റെ സ്വഭാവം എന്താ? അവനെ 10 കൊല്ലുക, നശിപ്പിക്കുക, ഇല്ലാണ്ടാക്കുക. ഇതിനു വേണ്ടി അവൻ പലതും പറഞ്ഞ് പ്രലോഭിപ്പിക്കും, വശീകരിക്കും. ഇന്ന് നമ്മുടെ എത്രയോ മക്കൾ ഇപ്പൊ മൊബൈലിലേക്ക് വശീകരിക്കുന്നു, ഇൻസ്റ്റാഗ്രാമിലേക്ക് വശീകരിക്കുന്നു, ഗെയിമുകളിലേക്ക് വശീകരിക്കുന്നു, സിനിമകളിലേക്ക് വശീകരിക്കുന്നു, കൂട്ടുകെട്ടിലേക്ക് വശീകരിക്കുന്നു, ലവ് ജിഹാദിലേക്ക് വശീകരിക്കുന്നു, ഭക്ഷണത്തിലേക്ക് വശീകരിക്കുന്നു, പിന്നെ ചെടിക സുഖങ്ങള്, പപ്പുകള്, മദ്യം, ലഹരി, ഇതിലേക്കൊക്കെ വശീകരിക്കുക. ആര്? പിശാചിന്റെ സന്തതികൾ. ചില ആളുകളുണ്ട് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല സെറ്റപ്പായിട്ട് അണിഞ്ഞൊരുങ്ങി, പിന്നെ ചിലർക്ക് അത്തറ്, സെന്റ്, സ്പ്രേ, വശീകരിക്കുന്ന സ്പ്രേകളുണ്ട്, വശീകരിക്കുന്ന അത്തറ് ഊതും, അതിലൂടെ ശക്തിയുണ്ട്. ഇതൊക്കെ കൊണ്ട് അനേകം മക്കൾ വശീകരിക്കപ്പെടുക. അങ്ങനെ വശീകരിക്കപ്പെട്ടു പോയ അനേക മക്കൾക്ക് ഒരു സ്പ്രേയുടെ മണം കിട്ടിയ ചിലപ്പോൾ ഒന്നിന്റെ പിന്നാലെ അങ്ങോട്ട് പോകും. അതുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങളൊക്കെ നമ്മൾ പലതും കാണാറുണ്ട്, കേൾക്കാറുണ്ട്. പല മക്കളും ഞാൻ ഈ പറയുന്നതൊക്കെ ഉണ്ടല്ലോ,
അനേക മക്കള് അച്ഛനോട് പങ്കുവച്ച പച്ചയായ കാര്യങ്ങളാണ്. അല്ല അച്ഛനത് സ്വപ്ന ലോകത്തോ ഇരുന്ന് പഠിച്ച അനേക മക്കള് അനുഭവിക്കുന്ന, കടന്നുപോയ, വീണുപോയ, വശീകരിക്കപ്പെട്ടു പോയ, പിന്നീട് നശിച്ച് അടങ്ങി ഒടുങ്ങിപ്പോയ അനേക മക്കൾ, അതിൽ നിന്ന് രക്ഷപ്രാപിച്ച അനേക മക്കള്, ഇവരൊക്കെ പറഞ്ഞ അനുഭവങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട മക്കളെ. അതുകൊണ്ട് ഈ പിശാച് വശീകരിച്ചുകൊണ്ട് നശിപ്പിച്ചു കളയുന്ന അനേക മക്കൾ, അങ്ങനെ വശീകരിക്കപ്പെട്ടു പോയ എത്രയോ മക്കളുടെ പഠനം മുടങ്ങിപ്പോയി, മക്കളെ ജീവിതം മുടങ്ങിപ്പോയി, വിശുദ്ധി നഷ്ടപ്പെട്ടു. നമുക്കറിയാം, നമുക്കൊരു വിശുദ്ധിയുണ്ട്, അത് നഷ്ടപ്പെട്ട പിന്നുണ്ടല്ലോ, പിന്നെ നഷ്ടപ്പെട്ട ഒരു ഒടുക്കത്തെ പോക്ക. തിരിച്ചു പിടിക്കാനൊന്നും പിശാച് അനുവദിക്കത്തില്ല. അവൻ അതിലിട്ട് നശിപ്പിച്ചു കളയണം. അതുകൊണ്ട് അനേകം മക്കളുടെ നല്ല ഭാവി എവിടെ ചെല്ലേണ്ട മക്കൾ അതിനിടയ്ക്ക് പ്രേമ കുരുക്കി കുടുങ്ങി ലൗകികാതിപ്പെട്ടു. അവന്റെ പിന്നാലെ പോയി എന്താ പറയാ, +2 ഡിഗ്രി അല്ലെങ്കിൽ ജർമ്മൻ കോഴ്സ് പഠിക്കുന്നതിൽ നിന്ന് പോയി കല്യാണം കഴിച്ചു. പിന്നെ ആ കൊച്ചൻ ജീവൻ പോയി, ഈശോയെ വിട്ട്, ഉദാസ വിട്ട്, അവന്റെ കൂടെ വശീകരിക്കപ്പെട്ട് പോയി എത്ര മക്കൾ എനിക്കറിയാം, ഇഷ്ടംപോലെ മക്കൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ വശീകരണ ശക്തികളെ, ഈ വശീകരണ യന്ത്രങ്ങളെ അറിയണം. വശീകരണം വരും, നമുക്കാണേലും പല പല വശീകരണങ്ങൾ വരും. മദ്യപിക്കാനുള്ള വശീകരണം, കൂട്ടുകെട്ട്, പ്രലോഭനങ്ങള്, ചില നമ്മുടെ ആൾക്കാർ വരെ വിളിക്കും കറങ്ങാൻ പോവാ. പണ്ടൊക്കെ വിളിക്കൊന്നുമില്ല, കാരണം നമ്മളെ അറിയാം, നമ്മളങ്ങനെ പെടില്ല, അങ്ങനെ പോകത്തില്ല, കൂടാൻ പോകത്തില്ല. നമ്മൾ അങ്ങനെയായിരിക്കണം. ഏത് കൂട്ടുകെട്ടിൽ ചെന്നപ്പെട്ടാലും, ഏത് കോളേജിൽ പോയാലും, ഏത് കൂട്ടം കൂടിക്കോ, കോളേജിൽ പൊക്കോ, പഠിച്ചോ, പുറത്തു പൊക്കോ, പക്ഷേ വശീകരണം വരുമ്പോ അവിടെ പറയാൻ പറ്റണം, നോ, ഞാനിതിലേക്ക് വശീകരിക്കപ്പെടില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു ചങ്കൂറ്റത്തിന്റെ അഭിഷേകം നമ്മുടെ മക്കൾക്ക് ലഭിക്കണം. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോ. ഇന്ന് നമ്മുടെ മക്കൾ പഠിക്കാനും വിദേശത്തൊക്കെ ചെല്ലുമ്പോണ്ടല്ലോ, വശീകരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി തന്നെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന അനേക മനുഷ്യരുണ്ട്. പ്രത്യേകിച്ച് ഈ ലൗകികാതു വർഗക്കാർ യുകെയിലേക്ക് ചെല്ലുമ്പോ ഒത്തിരി നമ്മുടെ മക്കളെ അതിനുവേണ്ടി തന്നെ കച്ചകെട്ടി വിട്ടിരിക്കുന്ന ഈ വർഗക്കാരുണ്ട്. നമ്മൾ അനേക മക്കൾ വിട്ടുപോയി. ഞാൻ ഓർക്കണം, കഴിഞ്ഞ കുറച്ചാൾ മുമ്പ് ഞാൻ യുകെ ചെന്നപ്പോ അവിടെ സെക്യൂർ മിനിസ്റ്ററിൽ വർക്ക് ചെയ്യുന്ന നേതൃത്വം നൽകുന്ന പെങ്കൊച്ച്, അവള് പല രാജ്യങ്ങളിലും ഈ ടീമായിട്ട് പോയിട്ടുണ്ട്. അവള് ഇങ്ങനെയുള്ള ലൗകികാതിപ്പെട്ട് ഒരുത്തരുമായിട്ട് പ്രേമത്തിൽ കുരുങ്ങി കിടക്കുക, വശീകരിക്കപ്പെട്ടു പോയി. എന്റെ പൊന്നു മക്കളെ, അപകടകരമായ ഒരു ലോകമുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒന്ന് വശീകരിക്കപ്പെട്ട് പോകാതിരിക്കാൻ കർത്താവിന്റെ പരിശുദ്ധ രക്തം അവരുടെ ശരീരത്തെ കോട്ട കെട്ടാനും, ബുദ്ധിയെ, ചിന്തയെ, മനസ്സിനെ, ആത്മാവിനെ, വികാരങ്ങളെ, ആസക്തികളെ രക്തം കൊണ്ട് കോട്ട കെട്ടി സംരക്ഷിക്കപ്പെടാനൊക്കെ വേണ്ടി മാതാപിതാക്കളെ നമ്മൾ ശക്തമായിട്ട്, അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ മക്കൾക്ക് വേണ്ടി ഇതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. മക്കളും ഇത് മനസ്സിലാക്കണം. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഒരുമാതിരി നല്ല പ്രായമാകുമ്പോ ഈ വക സത്യങ്ങളൊക്കെ, അപകടങ്ങളെ മനസ്സിലാക്കി കൊടുക്കണം, പഠിപ്പിക്കണം, അറിയണം. അതൊക്കെ മറച്ചു വെച്ച് ആരും മിണ്ടില്ല. ഇതൊക്കെ സത്യമാണെന്ന്, ഇത് സത്യമാണ്. അച്ഛന്മാരും മിണ്ടൂല, കാറ്റഗിസ്റ്റലും മിണ്ടൂല, കന്യാസ്യന്മാരെ നമ്മൾ അറിയാൻ പാടില്ല. ഇവരൊക്കെ വേറെ ഏതോ ലോകത്താ. ഈ സിനിമ കണ്ട്, അതും കണ്ട്, ഇതും കണ്ട്, ഹലാലും അടിച്ച്, അതും തിന്ന്, ഇതും കുടിച്ച് ഇങ്ങനെ നടക്കുന്ന ടീമുകൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരു അപകടത്തിന്റെ പട്ടുകുഴിയിലാണ് നമ്മൾ, ഭയാനകതയിലാണ് കിടക്കുന്ന മക്കളെ. അപ്പൊ അതുകൊണ്ട് ഈ വശീകരണത്തിന്റെ മേഖലകളെ അതിശക്തമായി ഇനി ഈ വശീകരണത്തിൽ പെട്ട് സഹിക്കാൻ പറ്റാത്ത, പെട്ടുപോയി വീണുപോയ അനേക മക്കളുണ്ട്. എന്നല്ല പറഞ്ഞില്ലേ, കെണിപ്പെട്ട, വലയപ്പെട്ട രക്ഷപ്പെടാൻ പറ്റില്ല. ഇങ്ങനെ വശീകരണത്തിന്റെ ദുരാത്മാവിനെ, ദുർഭൂതത്തെ, ആ ശക്തിയെ പറഞ്ഞുവിട്ട് അതിൽ വീഴ്ത്തി മൊബൈലില് വശീകരിക്കപ്പെട്ട് വീണു. ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടാൻ പറ്റണില്ല. ഗെയിമില് കൂട്ടുകാര് പറഞ്ഞു, കളിക്കാൻ വേണ്ടി പലതിലും. ഇവിടെ മക്കളെ വലിയ വശീകരണങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വൈദികന്റെ എന്താ പറയുന്നത്, റമ്മി കളിച്ച്, ഒറ്റൻ റമ്മി കളിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് പോയത് നാശത്തിലേക്ക്. എത്രയോ മക്കള് ഈ റമ്മി കളിച്ച് അതിൽ വശീകരിക്കപ്പെട്ട് പൈസ പോയി. കഴിഞ്ഞൊരു ഒരു പയ്യൻ, അവന് വിദേശത്ത് പോകാൻ വേണ്ടി ലോൺ എടുത്ത് 6 ലക്ഷം രൂപ അവന്റെ അക്കൗണ്ടിൽ വേണം ഇട്ടിട്ടുണ്ട്. ഈ പയ്യൻ ഈ മൊബൈലില്
ചാറ്റിങ്ങില്ലേ, പെണ്ണുങ്ങളായിട്ട് ചാറ്റ് ചെയ്യണ, ഇതിൽ കേറിയിട്ട് 5,85,000 രൂപ ഇങ്ങനെയുള്ള ടീമുകൾക്ക് അവൻ അയച്ചു കൊടുത്തു. നോർത്തേക്ക് വശീകരിക്കപ്പെട്ടു പോയ മേഖല. ഇങ്ങനെ മക്കളെ ഈ സെക്സ് ചാറ്റും മൊബൈൽ കളികളും റമ്മിയും ഗെയിമുകളും ഇതിനൊക്കെ വലിയ വശീകരണ ശക്തികൾ നടക്കുന്നുണ്ട്. കണ്ണു കെട്ടിക്കൊണ്ടുപോവാ. നോർത്തേക്ക് ലോൺ എടുത്ത് വിദേശത്ത് പോകാൻ വേണ്ടി കാണിക്കണം പൈസ, അതിട്ടിരിക്കുന്ന പൈസ ഈ സെക്സ് ചാറ്റിന് വേണ്ടി ഇതുപോലെ അയച്ചു കൊടുക്കണമെങ്കിൽ എന്തു വശീകരണ പിശാചാണെന്ന് ഓർത്ത് വെക്കണം മക്കളെ. ഇനി പറയുന്നത് മനസ്സിലാക്കുക. ഗെയിമുകളും റമ്മികളി ഈ മൊബൈലൊക്കെ മണിക്കൂർ ഇരുന്ന് വശീകരിക്കപ്പെട്ട് ആ റീൽ കണ്ടു, ആ പടത്ത് കണ്ടു, ഇത് കണ്ടു, ഇതൊക്കെ വശീകരണത്തിന്റെ വലിയ ശക്തിയാണ് മക്കളെ. ഡഗ് ചില മക്കൾ പറയും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുക. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കഷ്ടപ്പെട്ട് അതിലേക്ക് വീണു, പിന്നെ ഇഷ്ടപ്പെട്ടു, പിന്നെ അതിൽ കിടന്ന് നശിക്കുക. പറഞ്ഞ തീരാത്തത്ര മേഖലകളാണ് ഓരോ ദിവസം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. ഇവിടെ മക്കളെ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? നമ്മളിങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? ദിവികാന്റെ സന്നദ്ധിയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തപ്പെട്ട് നിൽക്കട്ടെ. നമ്മുടെ കൂട്ടായ്മ, ഞാൻ പറഞ്ഞില്ലേ, ഇനി നമ്മൾ പിന്നിലേക്ക് പോകാൻ പാടില്ല മക്കളെ. ഇതാണ് ലോകം, ഇതാണ് അവസ്ഥ എല്ലാ മേഖലകളിലും. അതുകൊണ്ട് നമ്മള് ദൈവത്തിന്റെ മക്കൾ ദൈവിക ജ്ഞാനത്തില് പരിശുദ്ധാത്മാവിനാൽ മാത്രം നയിക്കപ്പെടുന്ന ആ ദൈവബന്ധത്തില് പരിശുദ്ധമായ യോസേഫ് പിതാവ്, മിഖായേൽ മാലാഖ, വിശുദ്ധര് മാലാഖമാര് ഈ കൂട്ടായ്മയില് നമ്മൾ പൊതിയപ്പെടണം. ഇല്ലെങ്കിൽ ഷാജ് വശീകരിച്ച് പിന്നെ കണ്ണങ്ങട് കെട്ടാണ്. വശീകരിച്ച് വീട്ടിൽ കഴിഞ്ഞാൽ കണ്ണു കെട്ടും, പിന്നെ എങ്ങോട്ടാ പോണ്, എന്താ ചെയ്യണേ ആർക്കറിയില്ല. പല അച്ഛന്മാരെയും പല കന്യാസ്ത്രീമാരെയും പല കുടുംബങ്ങളെയും അപ്പന്മാരെയും അമ്മമാരെയും യുവതിവാക്കന്മാരെയും വശീകരിച്ച് പലതിലും വീഴ്ത്തി കണ്ണു കെട്ടിക്കൊണ്ടു പോകുന്ന പിശാച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. വീണുപോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വീണ മക്കള് പ്രാർത്ഥിക്കുക. ഇനി വീഴാത്ത മക്കള് ഇതുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കി വീഴാതിരിക്കാൻ വേണ്ടി, വശീകരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി കർത്താവിന്റെ രക്തത്തിന്റെ കോട്ടയ്ക്കുള്ളില് ഉദാശയുടെ സംരക്ഷണത്തില്, ജപമാലയുടെ ഉത്തരീയത്തിന്റെ സ്വർഗീയ സംരക്ഷണത്തില് ജീവിക്കാനും സംരക്ഷിച്ച് കാത്തു സൂക്ഷിക്കാനും ഇടയാകട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ആരാധനയില് വലിയ കരുണയ്ക്കായി ദൈവസന്നിധിയില് നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വൈദികർക്ക്, സന്യസ്തർക്കും സഭയ്ക്ക് വേണ്ടിയൊക്കെ ശക്തമായി പ്രാർത്ഥിക്കാൻ എൻ്റെ മക്കളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ഞങ്ങളെല്ലാ അഭിമന്യ പിതാക്കന്മാരെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുമായുള്ള ആഴമായ ബന്ധത്തില്, അങ്ങയുടെ കൃപയില്, അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിക്കേണ്ട ഞങ്ങള് കർത്താവെ മറ്റു പല വശീകരണങ്ങളിലേക്ക് പെട്ടുപോകുന്ന ഗതികേടുകൾ സംഭവിക്കുന്നുണ്ട്. വശീകരണത്തിന് യന്ത്രങ്ങളുമായി പിശാച് പലതിലേക്കും ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ വശീകരിച്ച് അവന്റെ പിടിയിലേക്ക് വീഴ്ത്തുന്ന വലിയ വലിയ മേഖലകൾ കർത്താവെ ഞങ്ങൾ കാണുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, സഭയെ സമർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയാൽ വശീകരിക്കപ്പെടട്ടെ. അങ്ങ് പറഞ്ഞില്ലേ ഹോസിയ പ്രവാചന പുസ്തകത്തില്, ഞാൻ അവളെ വശീകരിച്ച് വിജനസ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും, ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും, ഞാൻ അവൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകും. ഈശോയെ, ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ വൈദികരും ഞങ്ങളുടെ സന്യസ്തരും ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും അങ്ങയാൽ മാത്രം വശീകരിക്കപ്പെടട്ടെ. ഈശോ, മറ്റൊന്നിലേക്കും വശീകരിക്കപ്പെടാതിരിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. വശീകരണ ദുരാത്മാവ് വൈദികരെ ലോകാരൂപിയിലേക്ക്, ലൗകികതയിലേക്ക് വശീകരിച്ചു കൊണ്ടുപോയിരിക്കുന്ന ഗതികേട് സന്യസ്തരെ, വിമത പിതാക്കന്മാരെ, കത്തോലിക്ക സഭയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളെ ഓരോരുത്തരെയും സ്വയം പലതിലേക്കും വശീകരിക്കുന്ന അനുഭവങ്ങള്
കർത്താവേ, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കൾ പല സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുന്നു, പഠിക്കാനായിട്ട്, ജോലിക്കായിട്ട്, ദൂര സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ എവിടെ ചെന്നാലും പാപത്തിലേക്ക്, തിന്മയിലേക്ക്, നാശത്തിലേക്ക് വശീകരിക്കുന്ന പൈശാചിക ശക്തികളാൽ നിറയപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തില് മാധ്യമങ്ങള്, സിനിമ, കൂട്ടുകാര്, പല പല സാഹചര്യങ്ങള് വശീകരിക്കുമ്പോ അതിലൊന്നും വീഴാതിരിക്കാൻ ഞങ്ങളുടെ മക്കളെ തിരുരക്തം കൊണ്ട് കൊട്ടകെട്ടി പൊതിഞ്ഞു പിടിക്കണമേ. വീണുപോയ അനേക മക്കളുണ്ട്. വശീകരണത്തിൽപ്പെട്ട് അതിൽ കുടുങ്ങിപ്പോയ മക്കള്, രക്ഷപ്പെടാൻ പറ്റാതെ ചങ്കുപൊട്ടി കരയുന്ന എല്ലാ മക്കള്, അവരടുത്ത് വേദനിക്കുന്ന മാതാപിതാക്കള്, ഞങ്ങളുടെ കണ്ണുനീര്, നൊമ്പരങ്ങള് എല്ലാത്തിനു മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, എല്ലാ അടിമത്തത്തിൽ നിന്നും വശീകരണത്തിന്റെ ശക്തിയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ സഭയെ മോചിപ്പിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളെ മോചിക്കണം. കർത്താവേ, അതിലേക്ക് വീണു പോകാതെ വീഴാത്ത മക്കളെ അവിടുന്ന് സംരക്ഷിക്കണം. ദൈവികമായ അറിവ് കൊടുക്കണം. സത്യം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ദൈവിക ജ്ഞാനത്താൽ നിറയ്ക്കണം. ശുദ്ധാത്മാവേ, നമ്മുടെ ബുദ്ധിയെ, മനസ്സിനെ, ചിന്തകളെ, തീരുമാനങ്ങളെ, ഓർമ്മകളെ, ഇഷ്ടങ്ങളെ, തോന്നലുകളെ എല്ലാം ഏറ്റെടുക്കണമേ. അങ്ങ് നയിക്കണമേ, നിയന്ത്രിക്കണമേ. വശീകരണ ശക്തികളിൽ നിന്ന്, വശീകരണ യന്ത്രങ്ങളിൽ നിന്ന്, വശീകരണ ദുരാത്മാക്കളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സഭയെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഈ മേഖലയിൽ കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, ഒരു വശീകരണത്തിൽ ചെന്നപ്പെടാതെ, വശീകരണ യന്ത്രങ്ങൾ ഞങ്ങൾ കീഴ്പ്പെടുത്താതെ അങ്ങയോട് ചേർന്ന് അങ്ങയുടെ സംരക്ഷണത്തില് തിരുത്തതിന് കൊട്ട കെട്ടി ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെ നമ്മുടെ മക്കളെയും കുടുംബത്തെ സമർപ്പിക്കാം. വീണുപോയ മക്കള് രക്ഷപ്രാപിക്കാൻ കർത്താവിന്റെ വലിയ ശക്തി നമ്മുടെ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. കരങ്ങളെടുത്ത് ശ്രദ്ധിച്ച് ആരാധിച്ച് ആശീർവാദം സ്വീകരിച്ച് അതിനായി ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാളെ മുതൽ നമ്മുടെ ഇവിടെ ആരാധന ധ്യാനം ആരംഭിക്കുകയാണല്ലോ. മുറികളൊക്കെ നേരത്തെ തന്നെ ബുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നല്ല ഡോർമെട്രി സിസ്റ്റം ഉണ്ട് നമുക്ക് കേട്ടോ. ആർക്കെങ്കിലും ധ്യാനിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ ബുക്കൊന്നും ചെയ്യേണ്ട. നിങ്ങൾ പോരെ, നേരിട്ട് പോരെ. ഡോർമെട്രിയിൽ അല്പം ഒരു വലിയ കുഴപ്പമൊന്നും, നല്ല ഡോർമെട്രിയും സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അല്പം ത്യാഗമൊക്കെ എടുത്ത് 2 ദിവസം കിടക്കേണ്ട കാര്യമുള്ളൂ. വെള്ളിയാഴ്ച വൈകിട്ട് 25-ാം തീയതി വൈകിട്ട് തുടങ്ങും. 27-ാം തീയതി വൈകിട്ട് 4 മണിക്ക് തീരും. അപ്പൊ നിങ്ങൾ സാധിക്കുന്നവരൊക്കെ ഒന്ന് കൂടുക. മക്കൾ ഈ കാലഘട്ടത്തില് കാണുന്നില്ല ഒരു കാര്യങ്ങളിലേക്ക് കേൾക്കുന്നൊക്കെ വച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ച് കുമ്പസാരിച്ച് കർത്താവിന്റെ ശക്തമായ ഡെലിവറൻസ് ഒക്കെ സ്വീകരിച്ച് നമുക്ക് അനുഗ്രഹിക്കപ്പെടണം. നമ്മളിലൂടെ നമ്മുടെ മക്കളും കുടുംബവൃക്ഷമൊക്കെ അനുഗ്രഹിക്കപ്പെടണം. വേണ്ടിയാണ് നമ്മൾ ഈ ആരാധന ധ്യാനങ്ങളൊക്കെ ഇവിടെ ഇടയ്ക്കൊക്കെ നമ്മൾ വയ്ക്കുന്നത്. നിങ്ങൾ സാധിക്കുന്നവരൊക്കെ ഒന്ന് പങ്കെടുക്കുക. ശക്തമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം, കാരണം ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അച്ഛൻ്റെ ടീമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ നമ്മുടെ യഹോവ ക്ഷമ ദിവ്യകാരുടെ യാത്രകളൊക്കെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എറണാകുളം ഏരിയ മുഴുവൻ കറങ്ങി പ്രാർത്ഥിച്ച് ദിവ്യാനീശ്വരെ വിളിച്ചുകൊണ്ട് പറവൂരും അതോടൊപ്പം തന്നെ
MG റോഡ്, ഏരിയ മുഴുവൻ, കാക്കനാട് എല്ലാം സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ധരിച്ചുകൊണ്ട് കർത്താവിന്റെ ശക്തി ഇടപെടുത്തിച്ചുകൊണ്ടാണ് ശുശ്രൂഷ മുന്നോട്ട് പോകണേ. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യം എല്ലാ തിന്മയുടെ കൂടാരങ്ങളെ തകർത്തെറിഞ്ഞ് നമ്മയും നമ്മുടെ മക്കളെയും വിടിവിക്കട്ടെ. വശീകരണ യന്ത്രങ്ങളുടെ ശക്തികളൊക്കെ നിർവീര്യമാക്കപ്പെടണം. അതിനൊക്കെ വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന മക്കളൊക്കെ നമ്മുടെ യഹോവ ക്ഷമ കർത്താവ് ഇവിടെ ഉണ്ടെന്നുള്ള ദിവികാരന്റെ പ്രദക്ഷിണവും ജവമാല പ്രദക്ഷിണത്തിൽ നമ്മുടെ വാഹനം ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പങ്കെടുക്കാൻ താല്പര്യമുള്ള മക്കൾ അച്ഛനെ കോണ്ടാക്ട് ചെയ്യുക. ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഓരോ മേഖലകളിലേക്ക് ഇറങ്ങാൻ പോകണം. നമ്മൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. മക്കളെ അനുഗ്രഹിക്കട്ടെ.